ഹായ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു വീട് കാഴ്ച ഉണ്ട് കേട്ടോ. എല്ലാരും എന്താ പറയാന്നറിയില്ല. ഈ കല്യാണത്തിന്റെ മുന്നേ ചെക്കന്റെ വീട് കാണാൻ വരുന്നൊരു ചടങ്ങുണ്ട്. പല സ്ഥലത്തേക്കും പല പോലെയും. ഇപ്പൊ വീട് കാഴ്ച പറഞ്ഞാല് നമ്മളെ അച്ഛന്റെ പെങ്ങളെ മകളുടെ കുട്ടീൻ്റെ, പിന്നെ അളിയന്റെ അപ്പുട്ടാളി അലസിൻ ചേച്ചീന്റെ നാത്തൂന്റെ മോൻ. രണ്ടു വയ്ക്കും ബന്ധാണ്. പിന്നെ ഞാൻ കൊണ്ടുവരുന്നത് നമ്മളെ അതിലാറെ ബന്ധാണ്. നമ്മളെ ചോരൻ ഒക്കെ നമ്മളെ ചോരനെയാണ്. നമ്മളെ തറവാട്ടിൽ തന്നെയാണ് അതും പരിപാടി. അതും നമ്മളെ അമ്മായി കുട്ടീനെ തന്നെ കൊണ്ടുവരുന്നത്. അമ്മായി കുട്ടിയല്ല, അമ്മായിന്റെ കുട്ടി നേരെ. അപ്പൊ എന്ന് ചെന്നാല് നമുക്ക് കൊറേ ബന്ധങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഏകദേശം ബന്ധം നമ്മളെ കുടുംബക്കാര് നമ്മളെ ശരിക്കും ആരെയും കണ്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും കാണാം. അപ്പൊ സന്ധ്യച്ചിനെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ സന്ധ്യച്ചിനും കാണാൻ ചാൻസ്, വേറെ വഴിക്ക് പോവാനുണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടുള്ളു വരും. പക്ഷെ നമ്മളെന്തായാലും പോയാല് പെട്ടെന്ന് വരുന്ന ഉച്ചക്ക് ശേഷം വരുള്ളൂ. അപ്പൊ നമ്മളെ കുടുംബക്കാരൊക്കെ ഒന്ന് നമ്മളെ കാണിച്ചു തരണ്ട കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇന്നലെയൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പൊ നമുക്ക് നമ്മളെ ആൾക്കാരൊക്കെ എല്ലാരും ഒന്ന് പരിചയപ്പെടാലോ. അപ്പൊ ഇതുകൊണ്ട് കൊടുത്തല അപ്പൂസിനെ ആൾക്കാർ കളിയാക്കണ പേടി. അപ്പൂസ ഞങ്ങൾക്കൊന്നൊരു മടിയില്ല, കാരണം നമ്മൾ ഉപയോഗിക്കണം പറയില്ല. അപ്പൊ നമുക്ക് അതിന് മടി കേട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മള് ഇന്നാള് കാണിച്ചില്ലേ, നമ്മള് വീട്ടിൽ നിന്ന് നമ്മളാ ടൈൽസിന്റെ ഇത് കൊടുന്ന കെട്ടിയാണ്ട് നമുക്ക് ഉണ്ടായി തന്ന അടിപൊളി കേടില്ലല്ലോ. അടിപൊളി മുറ. കൊണ്ടുപോകും. പോവാ വണ്ടിന്റെ ബാക്കിലിട്ടോ. എന്തോ സംഭവം വരുന്നുണ്ട്. വണ്ടൂരാണ്. അമ്മേനെയും കൊണ്ട് കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങുന്നത്. പിന്നെ അടുത്തന്നെയാണ്, വണ്ടൂരിന്ന് കുറച്ചും കൂടിയും പോയാല് നമ്മളെ നടുവത്തെത്തി. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോ അപ്പൂസിന്റെ നാളെ തൊട്ട് ട്യൂഷൻ തുടങ്ങിയാ ഇനിയിപ്പോ പോക്കൊക്കെ ചുരുങ്ങും. നിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അതൊന്നിപ്പോ നടക്കൂല. ഇനി വിഷുവിനൊക്കെ എല്ലാരും ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരും. വിഷുവിനല്ല വിചാരിക്കണേ, ഇനിയിപ്പോ എല്ലാരെയും കണ്ടോടന്ന് വരുമോ? വിഷുവിന് വരും. വിഷുവിന് പിന്നെ നമുക്ക് എത്ര തിരക്കും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പോകേണ്ട അടുത്തേക്ക് നമ്മളെ അടുത്തേക്ക് വരേണ്ടതും എല്ലാം നടക്കണല്ലോ. വർഷത്തിലൊരിക്കൽ വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇന്നത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആരെ കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. കാരണം ഇന്ന് കഴിഞ്ഞു അത്രേ ഉള്ളല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇന്ന് പോവാൻ നേരം വൈകിട്ടോ. സമയം 10:30 ആയിട്ടുണ്ട്. നമ്മളപ്പോള ആതിരയും എല്ലാരും അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ വിളി വന്നേ നിങ്ങളെ വരുന്നില്ലേ? നമ്മളെ കല്യാണം കഴിഞ്ഞ അമ്പലം കേട്ടോ, വണ്ടൂര് ശിവക്ഷേത്രം. നമ്മളെ വെഡിങ് ആനിവേഴ്സറിന്റെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൂസും സന്തോഷേട്ടനും അമ്മയൊക്കെ വന്നിട്ട് തൊഴുത്ത് പോയതാണ്. ഞാൻ വന്നിട്ടില്ല. ഒരു ദിവസം വരണം. ചീര കൃഷിയിലെ ചീര വെട്ടിട്ടൊക്കെ നമുക്ക് വാങ്ങാം. നമ്മള് സന്ധ്യച്ചിനോട് എന്താ വരാ പരിപാടിക്ക്? ഞങ്ങള് മഞ്ചേരി ഒരു പരിപാടി പോയി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോണം. നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാല് ഭയങ്കര തിരക്ക്. കാരണം വിളമ്പി കൊടുക്കേണ്ടത് നമ്മളെയാണ്, മൊത്തം നമ്മളെ അമ്മായിന്റെ കൂടെ അല്ലേ. അപ്പൊ പിന്നെ ഞാനും തന്നെ ഫോണിലേക്ക് നോക്കിയില്ല. നമ്മളെ എല്ലാരും നമ്മളെ കുടുംബക്കാരൊക്കെ ഇപ്പൊ കണ്ടപ്പോ നമ്മള് വിശേഷമൊക്കെ എടുക്കാൻ മറന്നു. കാരണം കുറെ കാലങ്ങൾ ശേഷം ഓരോരുത്തരെ കാണുന്നു. സന്ദേശിന്റെ വീട് ഇങ്ങനെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല, ഒന്നും കഴിഞ്ഞില്ല. സന്ദേശിച്ചേ നമ്മളെ ഫ്രിഡ്ജ് സാറായല്ലോ. ഞാൻ പോണ് ഒന്നും കഴിഞ്ഞില്ലടാ, വയറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ. ഒക്കെ നമുക്ക് കഴിയുമ്പോ ചെയ്ത് കൊടുക്കണം അല്ലേ. ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഒന്നുകൂടി സെറ്റ് ആവട്ടെ അല്ലേ. നമ്മള് പെണ്ണിനെ, സുന്ദരി പെണ്ണിനെ നമ്മള് ഇപ്പൊ നമുക്ക് കൊണ്ടുപോകണം. ഞാൻ അവള് പഠിത്തം അവിടെ ആക്കാണ് നമുക്ക് താല്പര്യമുണ്ട്. അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മള് പഠിപ്പിക്കണം കരുതുന്നുണ്ട്. എന്റെ മനസ്സിലങ്ങനെ ഉണ്ട്. 10ാം ക്ലാസ്സാണ്, കുട്ടീനെ പഠിപ്പിക്കണം. റിസൾട്ട് ഒക്കെ വന്നിട്ട് രണ്ടാളും 10ാം ക്ലാസ് കേട്ടോ. മാനും സുന്ദരി പെണ്ണ് രണ്ടാളും 10ാം ക്ലാസ് ആണ്. അപ്പൊ കൊറേ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക്
അല്ലേ പറയുക. ഇതൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള എൻ്റെ ബാധ്യതയാണ്. പക്ഷെ ആരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? അവസ്ഥ ഉണ്ട്. നമ്മൾ നല്ല വീട്ടിൽ കഴിയുന്നുണ്ട്, നമ്മളെ പെങ്ങന്മാർ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഉണ്ടെങ്കിൽ പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷെ പിന്നെ ഇതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അവളോട്, ഞാൻ തേച്ച് തരാമെന്ന്. ഒക്കെ റെഡി ആവണം അല്ലേ ചേച്ചി? ഒക്കെ റെഡി ആക്കണം. ഒന്നും കാട്ടിയിട്ടില്ല കേട്ടോ, കാരണം ഇങ്ങനെ കിടക്കണം. വയറിങ് കൂടി കഴിഞ്ഞിട്ടില്ല, വാർപ്പ് കഴിഞ്ഞ് നമ്മള് കൊടുന്ന വാതിലിനൊക്കെ വെറുതെ ഒരു വയറിട്ടിട്ട് തൂക്കിയതാ. നമ്മളെ അവസ്ഥ എങ്ങനെ, അമ്മേന്റെ അസുഖം പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മള് ഞാൻ റെഡി ആയി കൊടുക്കുന്നതാണ്, ഞാൻ റെഡി ആയി തരും. ഒക്കെ റെഡി ആവട്ടെ അല്ലേ? സന്ധ്യച്ചി നമ്മളെ ഒരു മരിച്ചതിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയതായിരുന്നു. അവിടെ ചെന്നപ്പോ ചോദിച്ചായിരുന്നു, നമ്മളെ ചോദിച്ചാ സിറ്റ് ഔട്ടൊക്കെ സീറ്റാണ്ട് പണിയും തീർന്നില്ല, ഒന്നും തീർന്നില്ല, ലൈറ്റ് ഇല്ല. ചോദിച്ചു എന്താണ് ചാനല് കാണേണ്ട അവിടുത്തെ കുടുംബക്കാര്, രമണി ചേച്ചി എന്നാ പേര്. ചാടാനല്ല ആദ്യത്തെ പോലെ അതാണ് കൊഴപ്പല്ല. എന്നാലും റൂം ഇവിടെ ഉണ്ട്, റൂമൊന്നും കാട്ടില്ല അല്ലേ? ജനലൊന്നും വെച്ചില്ല, റൂമുണ്ട്. ഇവിടെ പിന്നെ ഒന്നും കാട്ടില്ല. ഇവിടെ കോണിക്കൂടി നമ്മൾ പരിക്കട്ടിട്ടുമില്ല. പക്ഷെ നമ്മളിത് കാണിക്കാത്ത വെച്ചാൽ നമ്മൾ ആരെയും ടെൻഷൻ ആക്കണ്ട. പക്ഷെ ഇന്നെ കൊണ്ട് ഇരിക്കാൻ പൈസയും കാര്യമൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ, അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇന്നെന്താ ശരി, ഹോം ടൂർ പിന്നെ 2 റൂം 3 റൂം 2 റൂം വരുന്നു. വീട്, ഇത് റൂം, അത് റൂം, അത് അടുക്കള, ഇതൊരു ഹാള്. കാണിച്ചു കൊടുക്ക്. ഇതാണ് അടുക്കളേൻ്റെ സ്ഥലം കേട്ടോ. ഒക്കെ ചെയ്യാനാണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മളെ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാർ കോണ്ടാക്ട് നമ്മളെ വാട്സപ്പിൽ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പം ഞാൻ ഡ്രസ്സിൻ്റെ കച്ചവടമായാലും നമ്മൾ വിഷുവിന് നമ്മളോട് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നുമില്ല, നമ്മളോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അയച്ചു കൊടുക്കും. ഇവിടെ വരുമ്പോൾ ഒന്നും വരാൻ കിട്ടില്ല അല്ലേ? അതാണ്ടാ നമ്മളെ അവസ്ഥ കറക്റ്റായിട്ട് അറിയാലോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പുറത്ത് ചിരിച്ചുകൊണ്ടിങ്ങനെ നടക്കുക. ഉള്ളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പല ആൾക്കാരും പലതും പറയും. നമുക്ക് കിട്ടണോണ്ട് എത്ര പൈസ അതല്ല എന്ത് ചെയ്യാം, നമുക്ക് എന്താ ചില്ലറ പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണോണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരതും കടങ്ങളുണ്ട്, വിശ്വാസമല്ല. കടണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബാധ്യതകൾ ചെയ്ത് തീർക്കാറുണ്ട്. എന്താ ചെയ്യാ, പല ആൾക്കാർ പലതും പറയാം. കുറച്ച് ആൾക്കാർ പറയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ കട്ട സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ശരിക്കും നമ്മളെ അവസ്ഥ ഇതാണ്. ഒരു അമ്മമാർക്ക് ആങ്ങളമാർക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയൂല. അങ്ങനെ ആവുമ്പോ നോക്കാം അല്ലേ? ഇനി പറഞ്ഞ ടെൻഷൻ ആക്കല്ലേ, നമുക്ക് അമ്മേനെ കൊണ്ടുവരണ്ട്. അമ്മ വീട് അന്ന് കണ്ടല്ലോ, ആദ്യത്തെ പോലെ അല്ലല്ലോ, ചോരൂലല്ലോ. മറ്റത് മഴയൊക്കെ പെയ്താ ചെതല് ചാടിയിട്ട് മോടും പട്ടിയൊക്കെ ചാടി. ഞാൻ പറയാം ഇപ്പൊ കുഴപ്പമില്ലല്ലോ, വാർത്ത് കഴിഞ്ഞിട്ടില്ല, ഇനി കുഴപ്പമില്ല. നമുക്ക് കഴിയുമ്പോ സാവധാനം ഇങ്ങനെ ഓരോ നന്നാക്കല്ലാതെ ഇപ്പൊ എന്താ ഇങ്ങനെ ആയി കിട്ടിയില്ല ഏതായാലും അല്ലേ? പല ആൾക്കാർ ചില ആൾക്കാർ നമ്മളെ വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാം ടീമാണ്, അങ്ങോട്ടാണ്. നമ്മൾ ഡ്രസ്സും കച്ചവടം ചെയ്തതിന് പല പ്രശ്നങ്ങളും വന്നു. അതുകൊണ്ട് കടണ്ട് ഓൽക്ക് പിന്നെ റബ്ബറട്ടലുണ്ടല്ലോ, ഒന്നും ഇപ്പൊ അല്ലല്ലോ അമ്മേനെ കൊണ്ടുപോയി അതൊക്കെ വേറെ ആർക്ക് കൊടുത്തില്ലേ. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ അടുത്ത മാസം ഈ മാസം ലാസ്റ്റ് അമ്മേന്റെ എത്ര പൈസ അമ്മേനെ കൊണ്ടുപോയി 30,000 വരും. എനിക്ക് നിങ്ങളെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മനുഷ്യന്മാര് അത് ചില ആൾക്കാരെ പറഞ്ഞല്ലോ, കുഴപ്പമില്ല. കട ഉണ്ട് പറഞ്ഞാൽ വിശ്വാസം. പക്ഷെ നമ്മക്ക് ഇപ്പൊ ചെറിയ കല്യാണം ആവശ്യം. ഹായ് പറഞ്ഞ പൂച്ചേ, ഹായ് പറഞ്ഞ ആരാ വരുന്നേ? എന്റെ മകളെ വീട്ടിൽ ചേർന്നല്ലേ? കയറി വാ. അമ്മ എങ്ങനെയുണ്ട്? അമ്മ കണ്ടില്ലല്ലേ ഇതിന്റെ ഉള്ളൊന്നും? ഉള്ളു കാണാൻ പറ്റില്ല, അപ്പൊ അസുഖമായില്ലേ. ഇതൊക്കെ റെഡി ആയി കൊടുക്കണ്ടേ നമുക്ക്?
അല്ലേ? ഇതൊക്കെ അമ്മനോട് എപ്പോഴും പറയണം. സന്ധ്യന്റെ നോക്കാം, നമ്മളെ കൂടെ കഴിയണ മാതിരി. നമ്മക്ക് പൈസക്കാരനാണെന്നൊരു ആഗ്രഹമല്ല, നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നായി. അമ്മ കണ്ടില്ല, അമ്മ ഫുള്ള് ഫസ്റ്റ് കാണാം. ഒക്കെ റെഡി ആക്കണം, അടുക്കള നമുക്ക് ഫസ്റ്റ് റെഡി ആക്കണം വെച്ചുണ്ടാക്കാൻ. അപ്പുറത്തുനിന്ന് ഷെഡ്, പഴയ ഷെഡ് നമ്മൾ റെഡി ആക്കി തരാട്ടോ ഞാന്. നോക്കാം. ചിരിക്കണേന് കമന്റ് ചെയ്തിട്ട്, പക്ഷെ ഞാൻ എല്ലാവരും ചിരിച്ചോണ്ടാണ്. ഞാനും അതേപോലെ ഞാൻ ചിരിക്കണ ആൾക്കാർ വാട്സപ്പിൽ തന്നെ തെറിയായിരുന്നു, എന്തിനാ ചിരിക്കണത്, ഭയങ്കര ബേഡ്, വളരെ മോശം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പൊ എന്താ പറയാ, എനിക്കിപ്പോ ഇനി എത്ര ഇല്ലേലും ഞാൻ ചിരിക്കും. ഹോം ടൂർ അമ്മ കണ്ടില്ലല്ലോ. ഇവിടെ പറഞ്ഞത് ഇവിടെയൊക്കെ കല്ല് മുട്ടി കണ്ണി കണ്ടതൊക്കെ ഇതൊക്കെ നിരത്തി. എന്താ ഐസ്ക്രീം ഉണ്ട്? എന്താണ് എന്താ ചക്ക അല്ലാത്ത പരിപാടി നമുക്കില്ല കേട്ടോ. ചക്കയും ചക്കക്കുരു ചക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും പറയണ്ടേ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, ചക്ക തിന്ന് പച്ച ചക്ക തിന്നിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ അളിയന്റെ വർക്കാണ്. ഇതൊക്കെ അളിയന്റെ വർക്ക്, മരം കൊണ്ട് അളിയ ഉണ്ടാക്കി. നമ്മളോട് നാള് വീഡിയോ കോൾ ചെയ്ത ശുഭ ചേച്ചില്ലേ, ഈ പച്ച ചക്കച്ചോള തിന്നാൻ പറഞ്ഞു. പച്ച ചക്കച്ചോള നല്ലതാണല്ലോ പച്ച ചക്ക വെള്ളം കുടിക്കുന്നത്. ഞങ്ങളവിടെ ചെന്ന അടിപൊളിയല്ലേ? ഇത് നമ്മളെ വീട്ടിൽ നിന്ന് കുടിരിക്കലല്ലേ, കുടിരിക്കല് നാരങ്ങ പിഴിഞ്ഞന്റെ ബാക്കിയിട്ടത് സന്ധ്യച്ച് കൊണ്ടുവന്ന്. സന്ധ്യച്ച് ഭയങ്കര അച്ചാറിന്റെ ആളാണ്. എല്ലാരും ചോദിച്ചിരുന്ന കൊടുന്നപ്പോഴേ ഈ തോല എന്തിനാ കൊണ്ടുപോകുന്നത് ചോദിച്ചു. പക്ഷെ ഇത് നാരങ്ങനെയും കാട്ടി രസം, തോലേക്ക് ചീഞ്ഞതായിട്ടത്. ഒന്നും കളയേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും കളയില്ല. അന്ന് പേര് ഇങ്ങനെ കളയാൻ നിൽക്കുന്നില്ലേ. നിങ്ങൾക്ക് എന്ത് കൊള്ളാം. അപ്പൊ ഞങ്ങൾക്ക് മേലെ കൂടെ ഒന്ന് പോയേക്കല്ലോ ചേച്ചി. ആരും ടെൻഷൻ ആക്കല്ലോ, നമ്മളാരും ഒന്നും തരണ്ട. പക്ഷെ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ഒക്കെ ചെയ്യണം. ഇനി ലൈവായിട്ട് കണ്ടല്ലോ എല്ലാരും. എല്ലാരും അന്തം വിട്ടേക്കാണ്. ഇത് മാത്രല്ല, അതേപോലെ 2 കുടുംബം വേറെ നമുക്കുണ്ട്. നമ്മള് വേറെ വിശേഷം പറയാനാ പോകുന്നത്, പക്ഷെ പറഞ്ഞു വന്നത് വേറെ വിശേഷമായി. 2 കുടുംബം നമുക്ക് വേറെ നമ്മൾ കാണിച്ചു തരട്ടോ. വീട് കാഴ്ച കാണിക്കാന്ന് പറഞ്ഞാ പോകുന്നത്. ഇങ്ങനെ എടുത്തമ്മ 2 കുട്ടികളുണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ മേലെ കൂടെ പോലമ്മ. അടുത്ത വർഷത്തിന് നമുക്ക് പേര് സെറ്റ് ആക്കി കൊടുക്കണ്ടമ്മ. അത് പറഞ്ഞാ പിന്നെ അതിൽ വേറെ ഒന്നുമില്ല. അമ്മ ഇറങ്ങല്ലേ? അമ്മ ഇറങ്ങാതെ അതിന്റെ മുട്ട് കിടികിടിയല്ലേ. നമ്മള് റെഡി ആയി തരാം, പ്രശ്നമാക്കല്ലേ. നോക്കട്ടെ, ഒന്ന് വെയിറ്റ്. ഏതായാലും അമ്മേന്റെ ഈ അടുത്ത ടെസ്റ്റ് കഴിയട്ടെ, അത് നോക്കാം. അമ്മ ഇത് ചൂടായത് പിടിച്ച ഇവരറിയാം എനിക്ക്. ചൂടി വിട്ടാളനീര് ഒന്ന് കുടിച്ചോക്ക. അടിപൊളിയല്ലേ? ഡ്രസ് മാറ്റി പോവാ. മൂത്തേക്കണ്ട രണ്ടാമത്തെ ഇളനീര് വെട്ടിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തുമ്പ ചക്കണ്ടേലേ വിഷുക്കണിയൊക്കെ നമുക്ക് ഇവിടുന്ന് വരട്ടെ. പടക്കപ്പേടിയോടെ അപ്പൂസിന്റെ അപ്പൂസിനോട് പടക്കം വെറുതെ ഒന്നുമില്ല. അപ്പൂസ് അപ്പൂസിന് യൂട്യൂബിൽ കണ്ട അപ്പൂസിന് വെറുതെ ഒരു ബാക്ക് കിട്ടി. വെറുതെ 100 രൂപയ്ക്ക് വാങ്ങിയപ്പോ കൊടുത്തതാ തോന്നുന്നു ഒരു ബാക്ക്. നമുക്ക് അമ്മായിന്റെ അടുത്ത് പോയരാ. അമ്മായിന്റെ കുട്ടിയാണ് മിൻചേച്ചി. മിൻചേച്ചിന്റെ മോന്റെ വീട് അയച്ചായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും നല്ല ഡ്രസ്സിലൊക്കെ മാറ്റി. മിൻചേച്ചിന്റെ അനിയത്തി അപ്പുട്ടേട്ടന്റെ 2 എല്ലാരും നല്ല സാരി ഒക്കെ എടുത്തൊക്കെയാണ്. അപ്പുട്ടേട്ടന്റെ 2 പെങ്ങന്മാര്. പോയി ചെറുത്. അതിന് പരിപാടി സമയം 4 മണിയായി. പരിപാടിയൊക്കെ പിരിഞ്ഞില്ലേ, അതാണ്ടായത് കേട്ടോ. ആ തിരക്കില് ആ തിരക്കൊക്കെ ഇപ്പൊ ഒന്ന് കഴിഞ്ഞു.
സന്ധ്യച്ചി ഇപ്പൊ ചോറുണ്ടോ ഒറ്റക്കായി നേരെ പോയേക്കാം നേരെ കാണാനുള്ളത് ചെക്കൻ്റെ മൂത്താള് കല്യാണ ചക്കര എവിടെയാണ് അറിയില്ല പൊന്നാണിയുടെ എല്ലാവർക്കും നല്ല ക്ഷീണാണ് ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതാണ് പിന്നെ അത് അമ്മായി ഇങ്ങനെ അടിക്കടി കൈയുണ്ട് കണ്ടൊക്കെ നിലത്ത് കൂടെ തലക്കും വിലക്കും ഇതൊക്കെ പാടെ ഞങ്ങൾ കൊണ്ടുപോകണില്ല കേട്ടോ നേരല്ല ഒക്കെ ഉറങ്ങണേ കുഞ്ഞുമണിയുടെ തലേ ദിവസത്തെ ക്ഷീണം കുഞ്ഞുമണിയുടെ അമ്മയെ അവിടെ കുഞ്ഞാവ് ഉറങ്ങാണ് കുഞ്ഞാവനെ ഉറക്കണതേ കുഞ്ഞാവുണ്ടെന്ന് ഭയങ്കര കുസൃതിയൊക്കെയാണ് കേട്ടോ രസാണ് ആള് നല്ല ക്ഷീണുണ്ട് കടക്കണ്ടില്ലേ സംസാരിക്കട്ടെ പക്ഷെ സംസാരിക്കും പാട്ട് പാടും ഡാൻസ് ഇതൊക്കെ മരച്ചാലേ പൊന്നുമണി എല്ലാരും മതി ഓള് വരയ്ക്കുന്നല്ലോ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കൊണ്ടുവരേണ്ടത് ഭയങ്കര തിരക്കാണ് നാത്തൂന്റെ വീട്ടിലല്ലേ നാത്തൂന്റെ വീട്ടിലല്ലേ വീടല്ലേ തിരക്കാണ് സമയത്ത് ചെമ്പിന്റെ അടുത്ത് പാവം ഞാൻ കഷ്ടപ്പെടുകയാണ് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ് കല്യാണച്ചക്കന് ഭയങ്കര പണിയാണ് പന്തല് വിളിക്കാണ് കല്യാണച്ചക്കോ ഭയങ്കര തിരക്കാണ് കല്യാണ ചെക്കൻ കുറവായി ഇതൊക്കെ പരിചയപ്പെടുത്തിക്കാരാണ് ഇതാരാ പുതിയ പെണ്ണെ എല്ലാരും കിട്ടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് ആരും വരൂല എല്ലാരും ഒളിക്കാണ് എല്ലാരും കൂടി ഉണ്ടായിട്ട് വന്നത് ഉറങ്ങണ ഞാൻ അടുത്തന്നെ ഉറങ്ങണെടുത്തോ ഉറങ്ങണ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കളിയുടെ പണ്ടത്തെ കൂട്ടല്ല ഇത് ഇവനാട്ടോ വരച്ച പൊന്നാണ് വരച്ചല്ലേ ഇവിടുത്തെ വലിയ മോന് ഇതൊക്കെ വരച്ചാണ് ഇതോ വരച്ചാലേ ഇവിടെ ഇതൊക്കെ വരച്ചാണ് നമ്മളെ കുടുംബത്തിലെ ഏക പോലീസാണ് കേട്ടോ നമ്മളെ കുടുംബത്തിലൊരു പോലീസ് ഇല്ലാന്ന് പരാതി തീർന്നല്ലേ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യണമെന്ന് മലപ്പുറം ക്യാമ്പിലല്ലേ ക്യാമ്പില് എന്റെ സഹോദരി ഇതിനെ കണ്ടല്ലോ പൊട്ടാന്റെ പിന്നാലെ കല്യാണ ചെക്കന്റെ പിന്നാലെ പോകുന്നത് ബിസിയാണ് കല്യാണ ചെക്കനെ സെറ്റ് എവിടെ വർക്ക് ചെയ്യണ പറഞ്ഞോടുത്താ ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്ത് പാണ്ടിക്കാട് പഞ്ചായത്തിൽ പാണ്ടിക്കാട് നമ്മളെ ആൾക്കാരെ കണ്ടെങ്കിൽ പറയട്ടോ അല്ലേ ഇനി പഞ്ചായത്തിൽ കയറുന്ന ആൾക്കാർ എന്തായാലും അറിയും നമ്മളെ ആയിക്കോട്ടെ എന്താ ആവശ്യം പഞ്ചായത്തിലൊന്ന് അങ്ങനെ അറിയാൻ അപ്പൊ എന്നാ പോവല്ലേ അപ്പൊ എന്നാല് നമ്മൾ ഇന്നത്തെ വിശേഷം നമുക്ക് ഇവിടെ എല്ലാരും ഇഞ്ഞോട്ട് പോയി പോവല്ലേ നമ്മളെ കുടുംബക്കാരത്തെ കൂടെ ഇഞ്ഞും പോവാനുണ്ട് നമ്മളെ അമ്മയ്യാൾ ഇങ്ങോട്ട് അപ്പുറം അപ്പുറമൊക്കെ വീട്ടിലുണ്ടോ അവിടെ ഒക്കെ ഒന്നുകൂടി പോവാനുണ്ട് അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം. ബൈ.